നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പേർ പുതിയ ബൈക്ക് എടുക്കാനും പുതിയ ബൈക്കിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ബൈക്കിനെ പറ്റിയിട്ട് ലോഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മോട്ടോർ സൈക്കിൾ കണ്ടൻറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ബൈക്കിനെ കുറിച്ചും ബൈക്കിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ചാനലിലൂടെ പറയാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സുസുക്കി അവരുടെ ബർഗ്മാൻ്റെ സ്ട്രീറ്റിൻ്റെ 125cc ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 150 വരുന്നതാണ് വിചാരിച്ചത്, പക്ഷേ 125cc ആക്കി തന്നെയാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ചെറിയ മാറ്റങ്ങളുണ്ട്. ട്രയംഫിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കും 350ലേക്ക് ഡൗൺ സൈഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം ഒരു പുതിയ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്, ട്രാക്കർ 400. ബാക്കിയുള്ള ട്രക്സ്റ്റണും സ്പീഡ് 350, ബാക്കിയുള്ള T4 വേർഷനൊക്കെ 350ലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡലിൻ്റെ എല്ലാ കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. ഇനി ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന മോഡൽ BMW ആണ്. BMW F450 GSൻ്റെ ലോഞ്ച് ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വണ്ടി ഷോക്കേസ് ചെയ്തതാണ്. വണ്ടിയുടെ എഞ്ചിൻ ഔട്ട്പുട്ട്, വണ്ടിയുടെ ഡിസൈൻ കാര്യങ്ങൾ ഓൾറെഡി എല്ലാം റിവീൽ ചെയ്തതാണ്. ഒരു 450cc ആയിട്ടുള്ള പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്ന മോഡലാണ്. BMW ഇപ്പോൾ എൻട്രി ലെവലിലുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. മുമ്പ് G310 GS ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്ക് പ്രൈസിങ് മാത്രമേ അറിയാനുള്ളൂ. അത്യാവശ്യം നല്ല പ്രൈസിങ്ങുള്ള ബൈക്ക് തന്നെയാണ്. BMൻ്റെ മോഡലാണ്. ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ്. മാത്രമല്ല 450ലുള്ളൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനും കൂടിയാണ്. എന്തായാലും TVSൻ്റെ ഒരു ടൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ TVSൻ്റെ മാനുഫാക്ചറിങ് ആണ്. അതായത് ഇന്ത്യയിലെ ഹോസൂർ പ്ലാന്റിലാണ് ഈ ബൈക്ക് നിർമ്മിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കൺട്രോൾ പ്രൈസിങ്ങിലുണ്ടാവും. അപ്പോൾ എന്തായാലും വണ്ടി ഏപ്രിൽ 23 ലോഞ്ച് ചെയ്യും. അടുത്തത് KTM ആണ്. KTMൻ്റെ ഡ്യൂക്ക് 390യുടെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 40,000 രൂപേൻ്റെ പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഏപ്രിൽ തൊട്ട് ബജാജിൻ്റെയും പിന്നെ KTMൻ്റെ ഒക്കെ മോഡലിനൊക്കെ പ്രൈസ് കൂടുന്നുണ്ട് എന്നുള്ള കാര്യം. എല്ലാ ബൈക്കിനും പ്രൈസ് ഹൈക്ക് ഉണ്ടാവില്ല. 350cc മോഡലിൽ വരുന്ന ബൈക്കിനാണ്. ഇത് മുമ്പേ പ്രൈസിങ് വർദ്ധിക്കേണ്ടതാണ് ശരിക്ക്. പിന്നെ ബജാജിൻ്റെ ഒക്കെ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമറിലേക്ക് ഒരു GST പ്രൈസിങ് എത്താതെ തന്നെ പിന്നെ കമ്പനി തന്നെ അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ആ ഒരു പ്രൈസിങ്ങിൽ പഴയ പ്രൈസിങ്ങിൽ നിലനിർത്തിയത്. ഇനി കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പ്രൈസ് കൂട്ടിയത്. ഇപ്പം ഡ്യൂക്ക് 390 എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സെഡാണ്ട് ആവശ്യമില്ല. കാരണം ഡ്യൂക്കിൻ്റെ ഒരു ഡൗൺ സൈഡ് വേർഷൻ കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട് 350 റേഞ്ചിൽ. അതിന് പ്രൈസിങ് കൂടില്ല, അതിന് പ്രൈസ് കുറവായിരിക്കും. പക്ഷേ പവറിൽ ചെറിയ നേരിയ വ്യത്യാസം, ഒരു പവർ ഡ്രോപ്പ് എന്തായാലും ഉണ്ടാവും. എന്തായാലും മാക്സിമം ട്യൂൺ ചെയ്തിട്ടാണ് ആ ഒരു എഞ്ചിൻ അവർ പുറത്തിറക്കുന്നത്. അത് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. അതൊരു ഡൗൺ സൈഡ് വേർഷനാണ് KTMൻ്റെ 350 റേഞ്ചിൽ. പിന്നെ ഇത് മാത്രമല്ല KTMൻ്റെ അഡ്വഞ്ചർ 390ക്കും പ്രൈസ് കൂടിയിട്ടുണ്ട്. ഏകദേശം 17,000 രൂപയോളം ആ ഒരു മോഡലും കൂടിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് BSAയുടെ ആണ്. BSAയുടെ സ്ക്രാംബ്ലർ 650ൻ്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. ഏപ്രിൽ 23 വണ്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇതൊരു പ്യൂർ സ്ക്രാംബ്ലർ സ്റ്റൈലിലാണ് വണ്ടി അവർ കൊണ്ടുവന്നേക്കുന്നത്. വണ്ടി കാണാനായാലും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് വണ്ടിയുണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ. വണ്ടി കാണാനായാലും ഒരു നല്ലൊരു സ്ക്രാമ്പിൾ ലുക്ക് തന്നെയാണ്. മെയിൻ കോമ്പറ്റീഷൻ എൻഫീൽഡിൻ്റെ 650cc മോഡലാണ്. BS 650 പിന്നെ ഇൻ്റർസെപ്റ്റർ പോലുള്ള മോഡൽ. എൻഫീൽഡിൻ്റെ 2 ബൈക്ക് പാരലൽ ടിൻ ആണെങ്കിൽ ഇതൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസ് കുറച്ചിട്ടാണ് അവർ വണ്ടി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. BSയുടെ ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിൻ്റെ സെയിം എഞ്ചിനാണ്. 652cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിനും അവർ കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഏപ്രിൽ 23 ഇന്ത്യൻ ലോഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്ത അപ്ഡേറ്റ് ട്രയംഫിൻ്റെ ആണ്. ട്രയംഫിൻ്റെ ബേബി ബോണിവെല്ലി ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ട്രയംഫ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബിസിനസ്സിൽ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബൈക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഒരുപാട് മോഡൽസ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതൊക്കെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രയംഫിൻ്റെ മറ്റു ബൈക്കുകളെ അപേക്ഷിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബൈക്കുകളാണ്. അവരുടെ ട്രാക്കർ 400 എന്ന് പറയുന്ന മോഡൽ ഗ്ലോബൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്ന ബൈക്കാണ്. അതും അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ബോണവില്ല 400 ആണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വണ്ടി 400 ആയിരിക്കില്ല, അതും 350 റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഇതൊരു മോഡേൺ ക്ലാസിക് ആയിട്ടുള്ള ബൈക്കാണ്. ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്ന ഒരു ബൈക്കും കൂടിയാണ്. നിങ്ങൾ ഹോണ്ടയുടെ 350 റേഞ്ചുള്ള ബൈക്ക് പിന്നെ എൻഫീൽഡിൻ്റെ 350cc ഉള്ള ബൈക്കൊക്കെ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അതാണ് ട്രയംഫിൻ്റെ ബോണവില്ല 350. ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന എഞ്ചിൻ ട്രയംഫിൻ്റെ ഡൗൺ സൈഡ് വേർഷനല്ല 350cc എഞ്ചിനായിരിക്കും. ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. കഴിഞ്ഞ വീഡിയോ ഇട്ടാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ലോഞ്ച് ഡേറ്റ് എന്നാണ്, എപ്പോഴാണ് വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് കമ്പനി ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഉത്സവ സീസൺ ഫെസ്റ്റിവൽ സീസണോടുകൂടി വണ്ടി ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തേക്ക് വണ്ടി ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ മറ്റ് ബൈക്കുകൾ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരു ക്ലാസിക് ആയിട്ടുള്ള ബൈക്കാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രയംഫിൻ്റെ ബൈക്കിൽ ഒന്നാണ് ബോണവില്ല. ഇന്ത്യക്ക് പുറത്ത് നല്ല സക്സസ് ആയിട്ടുള്ള ബൈക്കാണ്.